ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേത് നമ്മുടെ കിടിലൻ സിമ്പിൾ ഈവനിങ് സ്നാക്കാണ് കേട്ടോ, ഇറാനിപ്പോള. അപ്പോൾ ഇതൊരു ഈവനിങ് സ്നാക്ക് ആണെങ്കിൽ കൂടി നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ ഇതിലേക്ക് ഒരു ഫില്ലിങ്സ് തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിനുവേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള 2 സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂണ് ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. ഞാനിപ്പോൾ ഇവിടെ ഉപ്പും മഞ്ഞളും കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഒരു 300 ഗ്രാം ചിക്കൻ ഉണ്ടാവും ഇത്. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ്. ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ഫില്ലിങ്സ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നു. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ഇറാനിപ്പോളയുടെ ആ ഒരു ഫില്ലിങ്സ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അടുത്തത് നമുക്ക് ഇറാനിപ്പോളയുടെ ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്റർ ഞാൻ 2 മുട്ടയുടെ അളവിലാണ് എല്ലാ ഇൻഗ്രീഡിയൻസും പറയുന്നത്. നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസിലും മാറ്റം വരുത്തണേ. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് 1 കപ്പ് അളവിൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി സ്കിപ്പ് ചെയ്യാതെ ചേർക്കണേ, ഭയങ്കര ടേസ്റ്റാണ്. ഇനി ലാസ്റ്റ് 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ നല്ല ഫൈനായിട്ട് ഒട്ടും കട്ടയില്ലാതെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂലേ നല്ലപോലെ കട്ടിയുണ്ടെന്ന്. ഇത്ര കട്ടി വേണ്ട കേട്ടോ, കുറച്ചൊന്ന് ലൂസാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ലൂസ് മതി, ഓവർ ലൂസ് ആവണ്ട കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ഇറാനിപ്പോള സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാനിൻ്റെ അടിയിൽ ഞാൻ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബാറ്ററിൻ്റെ പകുതി നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു 3-4 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. കുറച്ചൊന്ന് അടിയിലത്തെ ലെയർ സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്സ് ഇതുപോലെ കൈ വെച്ചിട്ട് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിൽ ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 2 ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ മക്കൾക്കെല്ലാം ചീസ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇത് വെച്ച് കൊടുത്തത്. ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. എന്നിട്ട് ബാക്കിയുള്ള ബാറ്റർ മൊത്തത്തിലൊന്ന് ഒഴിച്ചു കൊടുക്കാം.
ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ഫില്ലിങ്സ് നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷനായിട്ട് ചെയ്ത് കൊടുക്കാം. അവസാനം കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 25 to 30 മിനിറ്റ് ആണ് ഇതിൻ്റെ വെന്ത് കിട്ടാൻ വേണ്ട സമയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 25 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് കറക്റ്റ് ടൈം എന്ന് പറയുന്നത് ഒരു 27 മിനിറ്റ് കൊണ്ടാണ് ഇതായി കിട്ടിയത്. പാനിനൊക്കെ നന്നായിട്ട് വിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ കുറച്ച് ഗീ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്കാക്കി എടുക്കാം. കാണാനൊരു മൊഞ്ചിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ആക്കി എടുക്കുന്നത്, വേറൊന്നുമല്ല. അപ്പോൾ നമ്മൾ അടിപൊളി ഇറാനിപ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഇറാനിപ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.